ഇന്നത്തെ ഏറ്റവും കൗതുകകരമായ ഒരു വാർത്തയും ഒപ്പം മൃഗസ്നേഹ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തെരുവുനായ പ്രശ്നത്തിലുള്ള സുപ്രീം കോടതിയുടെ ഒരു കമൻ്റാണ് ഇന്നത്തെ ഒന്നാം പേജിൽ എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയത്. അത് മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. അതായത് തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ പരിഹാസം. കടിക്കാതിരിക്കാൻ നായയ്ക്ക് കൗൺസിലിംഗ് നൽകണോ എന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്ത സമയത്ത് സുപ്രീം കോടതി ചോദിച്ചു. മൃഗസംരക്ഷണ അല്ലെങ്കിൽ മൃഗസ്നേഹികളായ ആളുകളോട് ചോദിച്ചു എന്നുള്ളതാണ്. ഇനി നായ്ക്കളോട് പറഞ്ഞു നോക്കാം എന്നാണ് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അവരുടെ മെയിൻ സ്റ്റോറി തന്നെ ഇതാണ്. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ നൽകാമെന്ന് ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ അപര്യാപ്തതകൾ അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാണിച്ചു എന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഇത് എല്ലാ പത്രങ്ങളിലും വളരെ കൗതുകകരമായൊരു വാർത്തയായിട്ട് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ഡൽഹിയിൽ മസ്ജിദിനടുത്ത് രാത്രി ഇടിച്ചു നിരത്തൽ എന്നുള്ളതാണ് ആ വാർത്ത. അത് ഓൾഡ് ഡൽഹി തുർഗ്മാൻ ഗേറ്റിലെ ഫൈസെ ഇലാഹി മസ്ജിദിനോട് ചേർന്നിട്ടുള്ള കെട്ടിടങ്ങൾ അത് അനധികൃതമായ നിർമ്മാണമാണ്. അതുകൊണ്ട് അത് പൊളിച്ചു കളയാനുള്ള ഒരു നീക്കം നടത്തി. അത് പൊളിച്ചു കളഞ്ഞു കുറച്ച് കെട്ടിടങ്ങൾ. അത് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞ് തർക്കമുണ്ടാവുകയും പക്ഷേ വഖഫിൻ്റേതല്ല മുനിസിപ്പൽ കോർപ്പറേഷൻ്റേതാണെന്ന് പറയുകയും ഈ വാർത്ത എല്ലാ പത്രങ്ങളും സിറാജ് സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. അടുത്ത കസേര ആർക്ക് എന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷനോടുകൂടെ മലയാള മനോരമ ഒന്നാം പേജിൽ വി ഡി സതീശനും പിണറായി വിജയനും നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആ ചടങ്ങിൻ്റെ വാർത്ത അവർ ഒരു പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ വളരെ കൗതുകകരമായി തന്നെ നൽകി എന്ന് പറയാം.